ഹായ് അസ്സാം വലൈക്കും. ഇന്നൊരു അടിപൊളി കോംബോ ആണ് ഉണ്ടാക്കുന്നത്, ബട്ടൂരയും ക്രീമി ബട്ടർ ചിക്കനും. അതിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് ഇളം ചൂടുള്ള ഒരു കപ്പ് പാല്, 2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, 1 ടീസ്പൂൺ പഞ്ചസാര, കുറച്ച് ഉപ്പും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഞാനിവിടെ 250 ml കപ്പിൽ 3 കപ്പാണ് കേട്ടോ ഞാൻ മൈദ എടുത്തിടണേ. പിന്നെ 2 ടേബിൾ സ്പൂൺ തൈര്, 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ കൗണ്ടർ ടോപ്പിലൊക്കെ ഇട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടത് ഇനി 1 മണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്യുക, ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. എനിക്ക് 1 മണിക്കൂർ കറക്റ്റ് ആയപ്പോൾ തന്നെ മാവ് നല്ലോണം പൊന്തി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിലപ്പോൾ 2 മണിക്കൂറൊക്കെ എടുക്കും പൊന്തി വരാനായിട്ട്. ഇനി ഇത് കുറച്ച് വലിയ ബോൾസാക്കി കണ്ട് തന്നെ എടുക്കണം കേട്ടോ. നമ്മൾ ബട്ടൂരക്ക് പരത്തുമ്പോൾ കുറച്ചൊരു കനത്ത് തന്നെയാണ് പരത്തേണ്ടത്. അപ്പോഴാണ് നല്ല പെർഫെക്റ്റായിട്ട് അത് ബട്ടൂര പൊന്തി വരുള്ളൂ. ബട്ടൂര നമുക്ക് ഏത് ഷേപ്പിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ചപ്പാത്തി പരത്തണ മാതിരി കനം കുറച്ച് കണ്ടല്ല, കുബൂസൊക്കെ ഉണ്ടാവണ മാതിരി കുറച്ചൊരു കട്ടിക്കാണ് കേട്ടോ അത് പരത്തിയെടുക്കേണ്ട. കഴിഞ്ഞിട്ട് 4 പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഞാൻ എല്ലതും ഇതുപോലെ പരത്തിക്കാണ്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ബട്ടൂര ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു പാത്രത്തിൽ ഓയിൽ ഒഴിച്ച് കൊടുത്ത് നല്ല ചൂടായി വന്നപ്പോൾ പീസാക്കി വെച്ച ബട്ടൂര അതിലിട്ടുകാണ്ട് ഇങ്ങനെ ചുട്ടെടുക്കട്ടോ. ഇനി തിരിച്ചും മറിച്ചൊക്കെ ഇട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കട്ടെ. അപ്പോൾ എനിക്ക് നല്ലതുപോലെ തന്നെ ഇവിടെ ബട്ടൂര റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടർ ചിക്കൻ ഉണ്ടാക്കാം. പീസാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ തൈര്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ട് ചൂടായ ഒരു പാത്രത്തിലേക്ക് ബട്ടർ ഇട്ട് കൊടുത്ത് ആ ചിക്കനും കൂടി അതിൽ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഇനി പാത്രത്തിലേക്ക് കുറച്ച് ബട്ടർ, 1 ഏലക്കായ, ചെറിയ കഷ്ണം പട്ടയും കൂടി ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുക. 1 വലിയ ഉള്ളി ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ടത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യുക. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 2 തക്കാളി പേസ്റ്റാക്കിയതും 2 ടേബിൾ സ്പൂൺ കെച്ചപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ 1/4 കപ്പ് ഫ്രഷ് ക്രീമും 1/2 കപ്പ് പാലും കൂടി ഒഴിച്ച് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഒരു ചെറിയ കഷ്ണം ബട്ടറും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കനും കൂടി അതിലേക്ക് ഇട്ടുകാണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കസൂരി മേത്തി അതിൻ്റെ മുകളിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. ഈ ബട്ടർ ചിക്കൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഉണ്ടാക്കാനും നല്ല ഈസിയാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഷുഗറും കൂടി ഒന്ന് ആഡ് ചെയ്യണേ. പിന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. പിന്നെ ഫ്രഷ് ക്രീം അതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂലേ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ.